ഹലോ, ബിലീസ സൈൻ ബ്ലോഗിലേക്ക് സ്വാഗതം. മിനി ചേച്ചി വന്നിട്ടുണ്ടേ ഇന്ന് വർക്കലയിൽ നിന്നും. ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് ഇഡ്ഡലി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമുക്കിന്ന് ക്യാരറ്റ് ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ചാലോ? അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം. ബെല്ലൈക്കനും കൂടെ അടിക്കാൻ മറക്കരുതേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും എന്നെ കൂട്ടാക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഞാനിവിടെ ആവശ്യത്തിനുള്ള മാവ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ദോശമാവാണ്. അപ്പം ദോശമാവാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഇഡ്ഡലി ഉപ്പൊക്കെ കലക്കി മാവ് വെച്ചിരുന്നു. ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ മാവ് എടുത്ത് ഒഴിക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് കോരി ഒഴിക്കുവാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ക്യാരറ്റ് ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ക്യാരറ്റ് ഇവിടെ ചീകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ മീതയിൽ ക്യാരറ്റ് വിതറി കൊടുത്താലോ? കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കുക. നമ്മളെ ക്യാരറ്റ് ഇഡ്ഡലി അടിപൊളിയല്ലേ? വേവ് മുമ്പേ കാണുമ്പോൾ തന്നെ എന്താ ഒരു സ്റ്റൈലെന്ന് നോക്കിയേ. നമ്മുടെ ഇഡ്ഡലിക്കുട്ടൻ കണ്ടോ അടിപൊളിയല്ലേ? അപ്പം നമുക്ക് ക്യാരറ്റ് ഇങ്ങനെ ചീകി വെച്ച് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, നമുക്ക് എന്തെല്ലാം ക്യാരറ്റിലൊക്കെ ഉണ്ടാക്കാം അല്ലേ? അപ്പം നമുക്ക് കുഞ്ഞു മക്കളെയൊക്കെ പറ്റിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അവർ പച്ചക്കറിയൊന്നും കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പം കുഞ്ഞു മക്കളുള്ള എല്ലാ അമ്മമാരും ഇത് കണ്ട് ഒന്ന് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നോക്കണേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്നെ കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത തട്ടും കൂടെ നമുക്ക് കോരി ഒഴിക്കാം. അപ്പം നമുക്ക് ഇതുപോലുള്ള പല പല ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലതുപോലെ കഴിച്ച് അവരും സന്തോഷമാവും, അവർക്കും ഹാപ്പിയാവും, നമുക്കും ഹാപ്പിയാവും. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് ക്യാരറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. അപ്പം നമ്മൾ 2 തട്ട് നിറച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ആവി കയറ്റണം അല്ലേ? നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ആവി എടുക്കണം. അപ്പോൾ ആവി എടുത്ത് നമുക്ക് കഴിയുമ്പോൾ ഇതെങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ കാണാൻ നല്ല സ്റ്റൈലുണ്ട് അല്ലേ? നല്ല സുന്ദരി കുട്ടിയായിട്ട് നമ്മളെ ഇഡ്ഡലി പാത്രത്തിലിരിക്കുവാണ് ഇഡ്ഡലി അല്ലേ? അപ്പം നമുക്കിത് വെന്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിത് ചെപ്പിലേക്ക് വെച്ച് അടച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് ഇഡ്ഡലി റെഡി ആവുന്നതിന് ഇടയിൽ ഞാൻ സാമ്പാറിനുള്ളതൊക്കെ ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സാമ്പാർ റെഡിയാക്കണം. അപ്പോൾ ഇതാ ഇഡ്ഡലി കണ്ടോ, നമ്മളെ ഇഡ്ഡലി കൂട്ടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇത് കണ്ടോ വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഗ്ലാമർ നോക്കിക്കേ, എന്താ ഒരു സ്റ്റൈലൊന്ന് നോക്കിക്കേ നമ്മൾ ഇഡ്ഡലി കുട്ടൻ്റെ. അപ്പം നമുക്ക് ക്യാരറ്റ് ഇതുപോലെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇഡ്ഡലി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. നല്ല സ്വാദോടെ നമുക്ക് ഉണ്ടാക്കി ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അടുത്ത ഒരു തട്ടുകൂടെ ഞാൻ അടുപ്പിലേക്ക് വെക്കുവാണേ. വെച്ച് മാവൊഴിച്ച് ക്യാരറ്റൊക്കെ വിതറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു തട്ടുകൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ ഒരു തട്ടുകൂടെ ഉണ്ട് നമുക്കപ്പോൾ ഈ 2 തട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അച്ചായൻ ജോലിക്ക് പോയിട്ടുണ്ട്. അച്ചായൻ രാവിലെ കാപ്പി കുടിക്കാൻ നിൽക്കാറില്ല, വീട്ടിലുള്ളപ്പം മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ വെച്ചിരിക്കും, വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ചൂടാക്കി ചായയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം നമ്മൾ അടുത്ത തട്ടും കൂടെ ഞാനിത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ ഓൾറെഡി സാമ്പാർ വേവിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കടു താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ പാത്രം അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി എണ്ണ കൂടെ വേണമായിരുന്നു. അപ്പോൾ ഇച്ചിരി എണ്ണ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിൽ കടുകും ഉലുവയും മാത്രമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ലൊരു കായത്തിൻ്റെ സാമ്പാറിന് കായമാണ് ഉപയോഗിക്കണമെങ്കിൽ പോലും നമ്മൾ ഉലുവപ്പൊടി ചേർക്കാറില്ല. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 1/2 സ്പൂൺ പൊടിക്കാത്ത ഉലുവ കൂടെ ചേർത്താൽ നമുക്ക് നല്ല കായവും ഉലുവയും കൂടെ ആകുമ്പോൾ നല്ല മണം കിട്ടും കേട്ടോ സാമ്പാറിന്. മല്ലിയിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എനിക്കിപ്പോൾ മല്ലിയില ഇല്ല കേട്ടോ. ഞാൻ ഇല്ലാത്ത കണക്ക് ഞാൻ അത് ഉണ്ടാക്കിയെടുക്കുക ഏതൊരു സാധനവും കേട്ടോ. അപ്പം ഞാനിവിടെ കടു വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി സാമ്പാറെടുത്ത് ഒഴിക്കണം. അപ്പോൾ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ക്യാരറ്റ് ഇഡ്ഡലിയും സാമ്പാറും കൂടെ ആകുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചായ കൂടെ ആയാലോ നമുക്ക് അടിപൊളിയല്ലേ? അപ്പം നമുക്കൊരു ചായ കൂടെ ഇടണം. ആ ചായയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ
ഇന്നത്തെ കാര്യം റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ കാര്യം റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ച് അരി അടുപ്പത്ത് കിടക്കുന്നുണ്ടേ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ അത് ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ സാമ്പാർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചായ ഇടാനായിട്ട് നോക്കുവാണ്. ചായക്ക് പാലടുപ്പി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ തേയില ഇട്ടു. അപ്പം നമ്മുടെ ചായ ഇങ്ങനെ പൊങ്ങി വരുവാണേ. ചായ തിളച്ച് തൂകാൻ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ അടുപ്പ് ചീത്തയായിപ്പോവും. അതുകൊണ്ട് തേയിലയൊക്കെ ഇട്ട് പഞ്ചസാര ഒരു നുള്ളേ ഞാൻ ചേർക്കത്തുള്ളൂ കേട്ടോ. കാരണം എനിക്കിപ്പോൾ പഞ്ചസാര ഇട്ട് ചായ കൂടുതൽ ഇഷ്ടമില്ല. പഞ്ചസാര ഇല്ലായിരുന്നാൽ അത്രയും നല്ലത്. എങ്കിലും ഞാൻ ഒരു ശകലം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ ടീ ഇട്ട് വെച്ചിരിക്കുന്ന ചെപ്പ് കണ്ടോ, നല്ലതല്ലേ. എനിക്ക് ഷുഗറിനും കോഫി പൗഡർ ഇടാനുള്ളതും ഉണ്ട് കേട്ടോ. അത് 3 മുട്ട ഞാൻ ഒരു കടയിൽ നിന്ന് ഒത്തു മേടിച്ചതാണേ. അപ്പം നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമ്മളെ ക്യാരറ്റ് ഇഡ്ഡലി ഒന്ന് കഴിച്ചാൽ എങ്ങനെ ഉണ്ടെന്നറിയാം. അടിപൊളിയായിരിക്കും കേട്ടോ ഇന്നത്തെ കാപ്പി. അപ്പോൾ എല്ലാവർക്കും കൊതി വരുന്നുണ്ടായിരിക്കും അല്ലേ. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നമ്മളെ ഇഡ്ഡലി എങ്ങനെയുണ്ടെന്ന്. ക്യാരറ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറും ചായയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു പിടി പിടിച്ചിട്ട് വന്നാലോ. അപ്പോൾ എല്ലാവർക്കും ക്യാരറ്റ് ഇഡ്ഡലിയും സാമ്പാറും ചായ ഞാൻ തരുന്നുണ്ട്, കഴിച്ചോളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടാക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബായ്.